വെൽക്കം ടു VK ടെലിവിഷൻ 2020. കഴിഞ്ഞ ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. 8ാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിൻ്റെ 2ാം ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടോപ്പിക്കാണ് 2 sides ആൻഡ് ആൻ ആംഗിൾ. ഇവിടെ നോക്കൂ, ഇവിടെ 2 സൈഡിൽ ലെങ്ത്ത് 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററാണ്. അതിനിടയിലെ ആംഗിൾ എന്താണ്? ആ മീറ്റ് ചെയ്യുന്ന 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കാം ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയാം? ഇതുപോലെ വരയ്ക്കാൻ കഴിയും. ഈ ട്രയാങ്കിൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് വരയ്ക്കാം. ഇവിടെ എത്രയാണ്? ബേസ് എത്രയാണ്? ബേസ് 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ബേസ് വേറെ രീതിയിൽ വരച്ചു. എങ്ങനെ ചെയ്തു? ഇവിടെ ഈ 2 സൈഡ്സ് എന്താണ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഈ രൂപത്തിൽ വരച്ചു. വേറെ രൂപത്തിൽ വരച്ചു, വേറെ 2 രൂപത്തിൽ വരച്ചു. ഇത് അതിന് ശേഷം കട്ട് ഔട്ട് 1 ട്രയാങ്കിൾ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ ഓവർ ദി അതർ. അത് ഒരെണ്ണം കട്ട് ചെയ്ത് ചെയ്യുക, മറ്റു ട്രയാങ്കിൾസിന് മുകളിലൊക്കെ തിരിച്ചു മറിച്ച് വെച്ച് നോക്കുക. അപ്പോൾ എന്തൊക്കെയും അവ ചേർന്നിരിക്കുന്നതായി കാണാം, അവ ഓവർലാപ്പായി ചെയ്താൽ കാണാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നതാണ്, ഇതിൻ്റെ തേർഡ് സൈഡ്സ് എന്തായിരിക്കും? ഈ ട്രയാങ്കിൾസിൻ്റെ തേർഡ് സൈഡ്സ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവർ റിസൾട്ട് എത്തി. 2 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ 2 സൈഡ്സും ആ സൈഡ്സുകൾ മീറ്റ് ചെയ്യുന്ന വെർട്ടിസസിലെ ആംഗിളും ഈക്വൽ ആണെങ്കിൽ തേർഡ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൻ്റെ തേർഡ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. ഇഫ് 2 sides of a triangle and an angle made by them are equal to 2 sides of another triangle and angle made by them, then the third sides of the triangle are also equal. അതുപോലെയായിരിക്കും മറ്റ് 2 എന്തായിരിക്കും? ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മറ്റ് 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നോക്കൂ, ഇതിൽ 2 ട്രയാങ്കിൾസ് തന്നെയുണ്ട്. എന്താ ഫസ്റ്റിൻ്റെ പേര്? ട്രയാങ്കിൾ ABC. അത് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQR. ഇതിൽ ഈക്വൽ സൈഡ്സ് ആയിട്ടാണ് ഒരെണ്ണം AC, ഒരെണ്ണം എന്താണ്? PQ അല്ലേ? ഇതിൽ AC-യും PQ എന്താണ്? ഈക്വലാണ്. അതുപോലെ അടുത്ത 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുണ്ടല്ലോ, ഒന്ന് പറയൂ, ഏതെല്ലാമാണ് അടുത്ത 2 ഈക്വൽ സൈഡ്സ്? ഒരെണ്ണം AB-യും മറ്റത് QR. ഓക്കെ, സോ AC is equal to PQ and AB is equal to QR. ഇനി എന്തെങ്കിലും ഈക്വൽ ആയിട്ടുണ്ടോ? ഏതാണ് ഈക്വൽ ആയിട്ടുള്ളത്? ടെൽമി. ഇതാ ഈ ആംഗിൾ അല്ലേ, ഇത് 54 ആണ്, ഇതെന്താണ്? 54 ആണ്. അപ്പോൾ എന്ന് പറയാം, നമുക്ക് ഈ ട്രയാങ്കിൾസിലെ 2 സൈഡ്സും അവ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം ഏത് സൈഡാണ് ഈക്വൽ? ആ സൈഡ് പറയൂ. BC-യും PR എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. BC is equal to PR. ആദ്യം ചെയ്തു AB is equal to QR അല്ലേ? ഈ AB-യും QR എന്താണ്? ഈക്വൽ ആണ്. അടുത്ത ഈക്വൽ സൈഡ്സ് AC-യും PQ-യും ഈക്വൽ ആണ്. അത് എഴുതി AC is equal to PQ. അതിനുശേഷം ഈക്വൽ ആംഗിൾസ് എഴുതി. So we can say that the third sides of the 2 triangles are equal. That is BC is equal to PR അല്ലേ? BC is equal to PR. Okay, BC is equal to PR. So angle B is equal to angle R. നോക്കൂ, ഇവിടെ 8 വരെ ആംഗിൾ C ആണ്. ഇവിടെ എന്താണ്? 8-ന് വരെ എന്താണ്? ആംഗിൾ P ആണ്. സോ ആംഗിൾ C is equal to ആംഗിൾ P. സോ ആംഗിൾ C is equal to ആംഗിൾ P. ആംഗിൾ C is equal to ആംഗിൾ P. നെക്സ്റ്റ് എന്താണ്? ഈ ഈക്വലായ ആംഗിൾസ് തന്നിട്ടുണ്ടെന്നാണ് ആംഗിൾ A is equal to ആംഗിൾ Q. അത് എന്താണ്? അപ്പോൾ എല്ലാ ആംഗിൾസും കിട്ടി, ഈക്വലായ എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി. ഓക്കെ, ഈ 2 ട്രയാങ്കിൾസ് ഈക്വലാണ് ചോദിക്കുന്നത്. ഇതിൽ AB is equal to PQ, BC is equal to QR, ആംഗിൾ A is equal to ആംഗിൾ P. അതായത് ഈ ട്രയാങ്കിളിലെ 2 സൈഡ്സും ഒരു ആംഗിളും ഈ ട്രയാങ്കിളിലെ 2 സൈഡ്സിനും ഒരു ആംഗിളിനും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ whether these 2 triangles are equal or not, ഇത് രണ്ടും ഈക്വൽ ആണോ അതോ ഈക്വൽ അല്ലെന്ന് ചോദിക്കുന്നത്.
നമ്മളിത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ഇതിന് മുകളിൽ ഓവർലാപ്പ് ചെയ്യാവുന്ന ഒറ്റയ്ക്ക് കാണാം. അതുമില്ലെങ്കിൽ എടുക്കും, ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പോൾ പുതിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. അതാണിത്. അപ്പോൾ ക്ലിയറായി. ഈ കാണുന്ന ട്രയാങ്കിൾ എന്താണ്? ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഒരു പാർട്ടാണ്. ഈ ട്രയാങ്കിൾ ബേസ് 5 ആണ്. ഇവിടെയും ബേസ് എന്താണ്? 5 ആണ്. ഇങ്ങോട്ടുള്ള റേഡിയസ് 3 ആണ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 3 ആണ്. ഇവിടെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇവിടെ ആംഗിൾ എന്താണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കാണുന്ന ട്രയാങ്കിൾ തന്നെയാണ് ഈ കാണുന്ന ട്രയാങ്കിൾ. അപ്പോൾ ഉറപ്പിച്ച് പറയാൻ എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസ് ഒന്നല്ല, ഈക്വൽ ട്രയാങ്കിൾസ് അല്ല. അപ്പോൾ ഒരു കാര്യത്തി അപ്പോൾ ആ ട്രയാങ്കിളിലെ ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വലാണ്. എ ബി സീക്വൽ പി ക്യു ആണ്. ബി സി സീക്വൽ ക്യു ആർ ആണ്. ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സും ഒരു ആംഗിളും ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സിനും ഒരു ആംഗിളിനും ഈക്വലാണ്. എന്നിട്ടും എന്താണ്? രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആകുന്നില്ല. തേർഡ് സൈഡ് എന്താണ്? തേർഡ് സൈഡ്സ് ഈക്വൽ ആകുന്നില്ല. അതുപോലെ ഈക്വൽ സൈഡ്സിന് ആംഗിൾസും ഈക്വൽ ആവില്ല. അതിന് റീസൺ വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡ്സും ഇവിടുത്തെ രണ്ട് സൈഡ്സാണ് ഈക്വൽ. അവയുടെ ഇടയിൽ ആംഗിൾസ് എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താ പറയുക, വി ക്യാൻ സേ ദാറ്റ് എ സി ഇസ് നോട്ട് ഈക്വൽ ടു പി ആർ. In each pair of triangle below, find the pairs of matching angles and write them down. ഇവിടെ പറയുന്നത് താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾസ് മാച്ചിങ് ആംഗിൾസ് എഴുതണം, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എഴുതണം. ഇവിടെ ഫസ്റ്റ് ഫിഗർ കൺസിഡർ തന്നെ അത് ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ്? എ ബി, ഇവിടെ ക്യു ആർ. അടുത്ത ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ്? പറയൂ. എ സി ആൻഡ് ക്യു പി. ആ രണ്ട് ലൈൻസും മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ ആംഗിൾ 40 ഡിഗ്രി. ഇവിടെ എത്രയാണ്? 40 ഡിഗ്രി. അങ്ങനെ ആംഗിൾ തേർഡ് സൈഡ്സ് എന്തായിരിക്കും? ഇവിടെ അങ്ങനെ എന്തായിരിക്കും? തേർഡ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബി സി സീക്വൽ ടു പി ആർ ആയിരിക്കും. കാരണം ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സും അവ മീറ്റ് ചെയ്യുന്ന ആംഗിളും ഈ ട്രയാങ്കിൾസിലെ രണ്ട് സൈഡ്സും അവ മീറ്റ് ചെയ്യുന്ന ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് we can say that the third sides of these two triangles are equal. So BC is equal to PR. Now we consider angle opposite to the equal sides. ഇവിടെ എന്താണ്? ഇവിടെ ആംഗിൾ എ is equal to angle Q. കാരണം എന്താണ്? BC is equal to RP നീട്ടി. So we write angle A is equal to angle Q. Next angle B is equal to ഇത് രണ്ട് 7 സെന്റിമീറ്റർ ഉണ്ട്. അവയ്ക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? അവയ്ക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്ന് ആംഗിൾ ബിയും ആംഗിൾ ആറും. അവ രണ്ടും ധരിക്കും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി നോക്കൂ, ഇതിൽ 3 സെന്റിമീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഫിഗറിലും 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതാണ്? ഒന്ന് ആംഗിൾ സി ആണ്, മറ്റൊന്നാണ് ആംഗിൾ പി ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് angle C is equal to angle P. Okay, now we consider the second figure. What is angle L is equal to? ഇവിടെ എന്താണ്? angle L is equal to 50 degree. അതിന് ഈക്വൽ ആയ ആംഗിൾസ് ആണ് അതിൽ പറയൂ. ആംഗിൾ Z, ആംഗിൾ L is equal to ആംഗിൾ Z. നെക്സ്റ്റ് ആംഗിൾ M is equal to ആംഗിൾ M ന് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ വൈ. ഫൈനലി ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എന്നിന് ഈക്വൽ ഏതാണ്? ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു ആംഗിൾ എക്സ്. ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ബിലോ എ സി ആൻഡ് ബി ഇ ആർ പാരലൽ ലൈൻസ്. എ സി ആൻഡ് ബി ഇ ആർ പാരലൽ ലൈൻസ്. Are the lengths of BC and D equal? Why? Are BC and D parallel? Why? Are BC and D parallel? Why? അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിൾസ് വരച്ചു, ഈക്വൽ സൈഡ്സ് എല്ലാം മാർക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബി സിയും ഡിയും ഈക്വൽ ആണോ എന്നാണ്. ബി സിയും ഈ ബി സിയും
ഡിയും ഈക്വൽ ആണെന്ന് വയ്ക്കുന്നു. ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ സി ആൻഡ് ബി ആർ പാരലൽ. എ സിയും ബി എന്താണ്? പാരലൽ. അപ്പോൾ ഈ കാണുന്ന രണ്ട് ആംഗിൾസ് എന്നീ പ്രത്യേകത ഉണ്ട്. എ സി ആൻഡ് ബി ആർ പാരലൽ, സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. കാരണം പാരലൈൻസ് അല്ലേ, എ സിയും ബിയും പാരലൈൻസ് ആണ്. അതിന് എ ബി എന്ത് ചെയ്യുന്നു? എ ബി എന്ന ലൈന് മീറ്റ് ചെയ്യുന്നു, ഈ രണ്ട് പോയിന്റ് ഇവിടെ മീറ്റ് ചെയ്യുന്നു. സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, സോ ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ ഇ ബി ഡി. ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ ഇ ബി ഡി. അപ്പോൾ ഈ തേർഡ് സൈഡിൻ്റെ പ്രത്യേകം എന്തായിരിക്കും? പറയൂ, ഈക്വൽ ആണോ? നോക്കാം. ഈ ട്രയാങ്കിൾ എ ബിയും ഇവിടുത്തെ ബി ഡിയും എന്താണ്? എ ബിയും ബി ഡിയും ഈക്വൽ അല്ലേ? അതുപോലെ എ സിയും സൈഡാണ് അടുത്തത്. ഇത് ഈക്വൽ വെച്ചിട്ട് എ സിയും ബിയും എന്താണ്? ഈക്വൽ ആണ്. ആ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന ആംഗിൾസ് എന്താണ്? അതും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ പഠിച്ച ഈ പ്രോപ്പർട്ടി പ്രകാരം ബി സി സീക്വൽ ടു എന്തായിരിക്കും? ഡി ആയിരിക്കും. ബി സി സീക്വൽ ടു ഡി ആയിരിക്കും. കണ്ടോ, എ സിക്ക് ഈക്വലായത് ബി, എ ബിക്ക് ഈക്വലായത് ബി ഡി ആണ്. അപ്പോൾ എന്തായിരിക്കും? ദ തേർഡ് സൈഡ്സ് ആർ ഈക്വൽ. മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ബി സി സീക്വൽ ടു ഡി. ബി സിയും ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആർ ബി സി ആൻഡ് ഡി ആർ പാരലൽ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ബി സി ആൻഡ് ഡി ആർ പാരലൽ. ഇവിടെ ബി സി എന്ന ലൈൻ ഉണ്ട്, ഡി എന്ന ലൈൻ ഉണ്ട്. അതിനെ മീറ്റ് ചെയ്യുന്ന ലൈനാണ് എ ഡി. രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന ലൈനാണ് എ ഡി. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. എന്തായിരിക്കും? ഇത് രണ്ടും എന്തായി മാറും? പാരലൽ ലൈൻസ് ആയി മാറും. എന്താണ് ഈ രണ്ട് എന്താണ് ട്രയാങ്കിൾസ്? എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈക്വൽ സൈഡ്സിനെതിരെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി ഡി ഇ അല്ലെങ്കിൽ എ ഡി ഇ. ഓക്കെ, ആംഗിൾ ബി ഡി എന്ന് എഴുതിയാൽ മതി. ആംഗിൾ ബി ഡി ഇ. ഓക്കെ, അപ്പോൾ എന്തായി മാറി? ബി സി ആൻഡ് ഡി ആർ പാരലൽ. ഓക്കെ, കൺസിഡർ ആംഗിൾ എ സി ബി ആൻഡ് എ ഡി ബി. ഞാൻ ഈക്വൽ സൈഡ്സ് എഴുതി. ഇവിടെ എ ബി ഈസ് എ കോമൺ സൈഡ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. സോ വി ക്യാൻ റൈറ്റ് എ ബി സി ഈക്വൽ ടു എ ബി. ഇനി എന്താണ്? എ സിക്ക് ഈക്വലൈസ് സൈഡ് ഏതാണ്? പറയൂ. എ സി ഈക്വൽ ടു ബി ഡി. നെക്സ്റ്റ് ഈക്വൽ ആംഗിൾസ് എഴുതി. ഏതാണ്? ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി. ആംഗിൾ എ ബി ഡി. ഓക്കെ, ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ ഡി ബി എ. അപ്പോൾ ഈ ട്രയാങ്കിൾസ് രണ്ട് സൈഡ്സും ആ മീറ്റ് ചെയ്യുന്ന ആംഗിളും ഈ ട്രയാങ്കിൾ രണ്ട് സൈഡ്സിലും അത് മീറ്റ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആണ്. സോ വി ക്യാൻ സീ ദ തേർഡ് സൈഡ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് ബി സി ഈക്വൽ ടു എ ഡി. ഓക്കെ, ബി സി ഈക്വൽ ടു എ ഡി. അങ്ങനെന്തായിരിക്കും? എന്നിട്ട് നമുക്ക് ഈ കോൺട്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി കോൺട്രിലേറ്റർ എ സി ബി ഡി ആർ ഈക്വൽ അല്ലേ? ഇതിനെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സുകൾ എന്താണ്? ഈക്വൽ ആണ് എന്ന് കിട്ടി. അപ്പോൾ നോക്കൂ, അതുപോലെ നോക്കൂ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ പാരലോഗ്രാം. സോ എ സി ബി ഡി ഈസ് എ പാരലോഗ്രാം. കൺസിഡർ ആംഗിൾ എ സി ബി ആൻഡ് എ ഡി ബി. ഞാൻ ഈക്വൽ സൈഡ്സ് എഴുതി. ഇവിടെ എ ബി ഈസ് എ കോമൺ സൈഡ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. സോ വി ക്യാൻ റൈറ്റ് എ ബി ഈക്വൽ ടു എ ബി. ഇനി എന്താണ്? എ സിക്ക് ഈക്വലൈസ് സൈഡ് ഏതാണ്? പറയൂ. എ സി ഈക്വൽ ടു ബി ഡി. നെക്സ്റ്റ് ഈക്വൽ ആംഗിൾസ് എഴുതി. ഏതാണ്? ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി. ആംഗിൾ എ ബി ഡി. ഓക്കെ, ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ ഡി ബി എ. അപ്പോൾ ഈ ട്രയാങ്കിൾസ് രണ്ട് സൈഡ്സും ആ മീറ്റ് ചെയ്യുന്ന ആംഗിളും ഈ ട്രയാങ്കിൾ രണ്ട് സൈഡ്സിലും അത് മീറ്റ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആണ്. So we can say the third side of these two triangles are equal. That is BC is equal to AD. Okay, BC is equal to AD. അങ്ങനെയായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ കോൺട്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി കോൺട്രിലേറ്റർ എ സി ബി ഡി ആർ ഈക്വൽ അല്ലേ? ഇതിനെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സുകൾ എന്താണ്? ഈക്വൽ ആണ് എന്ന് കിട്ടി. അപ്പോൾ നോക്കൂ, അതുപോലെ നോക്കൂ,
ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ് ഈക്വൽ ആണ് അല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ പാരലോഗ്രാം സോ ACBD ഈസ് എ പാരലോഗ്രാം ഓക്കെ in the figure below M is the midpoint of the line AB compute the other two angles of triangle ABC in the figure below M is the midpoint of the line AB compute the other two angles of triangle ABC here CM is perpendicular to AB so this angle is equal to 90 degree now consider triangle AMC and BMC. Here M is the midpoint of AB. M is the midpoint of AB. So we can say that AMC equal to BM. Okay. And MC is the common side of these two triangles. So we can write MC is equal to MC. Now angle AMC is equal to 90 degree. So angle BMC is also equal to 90 degree. If you consider these two triangles, that is triangle AMC and triangle BMC, AMC equal to BM and CMC equal to CM and angle between these two are equal. So we can say that by using the last principle AC is equal to BC. ശരിയല്ലേ ഇവിടെ എന്താണ് AM-ഉം BM-ഉം ഈക്വൽ ആണ് CM എന്താണ് ഒരു കോമൺ സൈഡാണ് CM എന്താണ് ഒരു കോമൺ സൈഡാണ് അതുപോലെ ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾസ് എത്രയാണ് 90 ഡിഗ്രിയാണ് അപ്പോൾ എന്തായിരിക്കും തേർഡ് സൈഡ്സ് ആയ ACയും BCയും എന്തായിരിക്കും ACയും BCയും ഈക്വൽ ആയിരിക്കും ഈ ACയും BCയും ഈക്വൽ ആകുമ്പോൾ എന്തായി മാറുന്നത് ദിസ് ഈസ് ആൻ ഐസോസിലസ് പാരലോഗ്രാം സോറി ഇവിടെ ACയും എന്താണ് BCയും എന്താണ് ഈക്വൽ ആണ് സോ ദിസ് ഈസ് ആൻ എന്തായിരിക്കും ദിസ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ അപ്പോൾ ഈ ബേസ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തായിരിക്കും ആംഗിൾ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ഈക്വൽ ടു 50 ഡിഗ്രി ആംഗിൾ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ഈക്വൽ ടു എന്തായി മാറും 50 ഡിഗ്രി ആയി മാറും അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തായി മാറി 50 ഡിഗ്രി ആയിരിക്കും ദെൻ ആംഗിൾ സി എന്തായിരിക്കും ഇതിന് മൂന്നിന് സമം 180 ആണ് അപ്പോൾ എന്തായിരിക്കും 50 പ്ലസ് 50 എത്രയാണ് 100 പ്ലസ് 80 180 അല്ലെങ്കിൽ ആംഗിൾ സി ഈക്വൽ ടു ഈ രീതിയിൽ കാണാം എങ്ങനെ 180 minus 50 plus 50 that is equal to 180 minus 100 that is equal to 80 degree. So angle C is equal to 80 degree. So we obtain all angles of the triangles. First one angle A is equal to 50 degree, angle B is equal to B is also 50 degree and angle C is equal to 80 degree. Next question. In the figure below, the lines AB and CD are parallel. Okay, AB and CD are parallel. And M is the midpoint of AB. M is the midpoint of AB. So we can say that AM is equal to BM. Compute the angles of triangle AMD. That is triangle AMD, triangle MBC, and triangle DCM. Okay, DCM. We have to find out all angles of these three triangles. What is special about quadrilaterals AMCT and MBCT? It is given that AB is parallel to CD, okay, and M is the midpoint of AB. So AM is equal to BM. We can write AM is equal to BM is equal to 6 centimeter. Here AB is parallel to CD and M is the midpoint of AB. So we can say that AM is parallel to CD and BM is also parallel to CD. Okay, both AM and BM is parallel to CD. Consider triangle DAM and DCM. Okay, since AM is parallel to DC, these two angles are equal. That is angle AMD and CDM are equal. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി. ഇവിടെ നോക്കൂ AM-ഉം CD എന്താണ് അതും ഈക്വൽ ആണ്. AM is equal to CD. Now DM is a common side of these two triangles. So we can write DM is equal to DM. അപ്പോൾ നോക്കൂ ഈ രണ്ട് സൈഡ്സും അതിനിടയിലെ ആംഗിൾസും
ഇവിടുത്തെ രണ്ട് സൈഡ്സും അത് ചെയ്യുന്ന ആംഗിൾസിന് എന്താണ് ഈക്വൽ ആണ്. സോ തേർഡ് സൈഡ്സ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് AD is equal to MC. Therefore AD is equal to MC. അങ്ങനെ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡ്സിനെതിരെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ C is equal to 40 degree. Okay, angle C is equal to 40 degree. Now consider the second triangle MBC and DMC. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഇത് രണ്ടും 40 ഡിഗ്രിയാണ് അല്ലേ? അതുപോലെ ഇവിടെ പറഞ്ഞാൽ MBയും DCയും പാരലാണ്. MBയും DCയും പാരലാണ്. ഈ സൈഡും ഈക്വലാണ്. അതുപോലെ ഇത് കോമൺ സൈഡാണ്. ഓക്കെ, ഇത് രണ്ടും പാരലാണ്. അപ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നേരത്തെ ഇതുപോലെ എന്തായിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ MDC is equal to 60 ഡിഗ്രി. അതായത് ഇവിടെ എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. അതിനെന്ത് ചെയ്തു? എക്സ് എടുത്തു. ഇവിടെ ആംഗിൾ 40 എക്സ് ആണ്. ഇവിടെ ആംഗിൾ എന്താണ്? 40 എക്സ് ആയ 60 എക്സ് ആണ്. ഇവിടെയും 40 എക്സ് ആണ്. അപ്പോൾ എല്ലാ ട്രയാങ്കിൾസും രണ്ട് ആംഗിൾസ് എന്താണ്? ഈക്വലാണ്. ഞാൻ തേർഡ് ആംഗിൾ എടുത്തു, വൈ ആയി എടുത്തു. തേർഡ് ആംഗിൾ വൈ ആയി എടുത്തു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് ഇട്ടിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ, എക്സ് is equal to 60 ഡിഗ്രി. ഇനി നോക്കൂ, വൈ ഈക്വൽ എന്തായിരിക്കും? ഇതിന് മൂന്നിന് സം 180 ആണ്. സം ഓഫ് ദീസ് 3 ആംഗിൾസ് ഈക്വൽ ടു എത്രയാണ്? 180. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ? ഇവിടെ 40 60 ദാറ്റ് ഈസ് 100. 100 plus 80 180. So y is equal to 80 degree. So angles of this triangle is 40 60 80. This is also 40 60 80. This is also 40 60 80. So we obtain all angles of the triangle. Okay, so we obtain all angles of the triangles. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ ആംഗിൾസ് എന്താണ്? 40 ഡിഗ്രി 80 ഡിഗ്രി 60 ഡിഗ്രിയാണ്. അത് ഞാൻ ഓരോന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഇവിടെ എന്താണ്? ഇത് ഓപ്പോസിറ്റ് സൈഡ്സുകൾ എന്താണ്? ഈക്വലാണ്, പാരലാണ്. അതിലുപരി എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വലാണ്. സോ ദിസ് അപ്പം എന്തായിരിക്കും? AMCD എന്ന കോൺഗ്രിയറ്ററിൽ എന്തായിരിക്കും? ദിസ് ഈസ് എ പാരലോഗ്രാം. സിമിലർലി ദിസ് ഈസ് ആൾസോ എ പാരലോഗ്രാം. അത് രണ്ടും എഴുതിയിട്ടുണ്ട്.